ബീന വിജയൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. അത് നമ്മളത് ഇന്ന് അപ്പ് ചെയ്യും. ബീന വിജയൻ എന്താണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വിഷയം എന്ന് പറയുന്നത്, ബീന വിജയൻ ബേസിക്കലി നേഴ്സാണ്. അവർ നേഴ്സാണ്. പക്ഷെ ഇപ്പോൾ കല്യാണം കഴിച്ചു, 2 കുഞ്ഞുങ്ങളൊക്കെ ആയി. ഭർത്താവെന്ന് പറയണത് നേഴ്സായിരുന്നു, അവർ കല്യാണം കഴിച്ചു. പക്ഷേ ഇവരെ ജോലിക്ക് വിടത്തില്ല ഭർത്താവ്. അതാണ് അവരുടെ പ്രശ്നം. പോരെ, ബീന വിജയനെ ജോലിക്ക് വിടത്തില്ല. ജോലിക്ക് വിടാത്തതിൻ്റെ കാരണം ഭർത്താവ് പറയണത്, ഞാൻ ജോലി എടുക്കുന്നുണ്ടല്ലോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മുടെ 2 കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ, അപ്പോൾ അത് നീയല്ലേ വളർത്തേണ്ടത്, അപ്പം നിനക്ക് ജോലിക്ക് പോകാം, ടീച്ചിങ് പോസ്റ്റ് ആണെങ്കിൽ ഓക്കെ. നൈറ്റ് ഡ്യൂട്ടിക്കോ അല്ലാത്ത ഡ്യൂട്ടിക്കൊക്കെ പോയാൽ ഈ കുഞ്ഞുങ്ങളെ ആര് വളർത്തും? അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ എത്ര കാശ് മുടക്കിയാലും കുഞ്ഞുങ്ങൾ അന്തോന്നുങ്ങളായിപ്പോയാൽ ആര് സമാധാനം പറയും? അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി കുഞ്ഞുങ്ങളെ നിന്നെ നോക്കിക്കൊള്ളാം, നീ കുഞ്ഞുങ്ങളെ വളർത്തുക, അതാണ് നമ്മുടെ നിധി എന്ന് പറയും. ബീന വിജയനോട് പറയും. ടീച്ചിങ് പോസ്റ്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നിനക്കിപ്പോൾ 9 മണിക്ക് പോയാൽ മതിയല്ല, വൈകുന്നേരം 5 മണിക്ക് വരാം, മക്കൾ പള്ളിക്കൂടത്തിൽ നിന്ന് വരുമ്പോൾ നിനക്കും വരാം, മക്കൾ പോകുമ്പോൾ നിനക്കും പോകാം, ഞാനും എൻ്റെ ജോലിക്ക് പോകും. അപ്പം അങ്ങനെ പക്ഷേ നേഴ്സിന് അങ്ങനെ പറ്റുമോ? ഇവർ അധ്യാപകയല്ലല്ലോ. അപ്പോൾ ഇവളെന്ത് ചെയ്യും? ഇവൾ വിഷമത്തിലാവും. ഇവൾ ഈ ഉടമ്പടി സാക്ഷ്യങ്ങളെല്ലാം കേട്ടെന്ന് പറഞ്ഞ്, ദൈവമേ ഞാൻ കൃപാസനത്തിൽ പോകാം, അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. അതാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധ്യം എന്ന് പറയുന്നത്. അത് ബോധ്യമാണ്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ഉടമ്പടി ബോധ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉടമ്പടി ധ്യാനങ്ങൾ കൂടുക. രണ്ടാമത്തത് എന്താണ്? ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുക. അപ്പോൾ രണ്ടാമത്തത് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബീന വിജയന് തോന്നിയത് എന്താണ്? എൻ്റെ അവസ്ഥ ഒരു പോക്കീസാണ്. കാര്യം നേഴ്സാണ്, ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അധ്യാപികയാണെങ്കിൽ മാത്രമേ ഭർത്താവ് ജോലിക്ക് വിടത്തുള്ളൂ. നേഴ്സിന് ആരാണ് അധ്യാപികയായിട്ട്? ഇതൊക്കെ നടക്കാത്ത കാര്യമാണ്. എന്നാലും ഉടമ്പടി ചെല്ലുമ്പോൾ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടിട്ട് അവർക്കൊരു ബോധ്യം കിട്ടി. എന്താണ്? അമ്മ എന്തെങ്കിലും ഒരു പഴുതുണ്ടാക്കുമെന്നാണ്. അതാണ് അറിവ്, അതാണ് ബോധ്യം എന്ന് പറയുന്നത്. ഞാൻ ചെന്ന് അമ്മയോട് പറയാം എൻ്റെ അവസ്ഥ. 2 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ 18-19 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഒരു കാര്യം പറ്റിയിട്ടില്ല. ഇനി അമ്മയടുത്ത് ചെന്ന് പറയാം. അമ്മയടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മേ ഉടമ്പടി എടുത്ത് പറഞ്ഞു, അമ്മേ എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് രാവിലെ കുഞ്ഞുങ്ങളുടെ കൂടെ പോകണം, എന്നിട്ട് തിരിച്ച് കുഞ്ഞുങ്ങളുടെ വരണം, പക്ഷേ എനിക്ക് നേഴ്സിംഗ് ആണ് എൻ്റെ പോസ്റ്റ്, എനിക്ക് അതിന് പറ്റിയ ഒരു ജോലി തന്നെ എന്ന് പറയും. അപ്പോൾ എന്നാ ചെയ്തതെന്നറിയാമോ? ഇവളുടെ ഒരു സത്യാവസ്ഥയും അവൾ ആ ഉടമ്പടിയിലേക്ക് അനുവർത്തിച്ചിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളൊക്കെ എല്ലാം അമ്മയ്ക്ക് ഭയങ്കര പ്രിയങ്കരമായ ഒരു ചാനലിലൂടെയാണ് ഇവിടെ മൂവ് ചെയ്യണത്. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ഉടമ്പടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, എപ്പോഴും ഉടമ്പടി പുതുക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഇന്നലെ ഉടമ്പടി പുതുക്കിയിരിക്കുന്നത് 1100 പേരാണ് അടുത്ത് ഇന്നലെ ഉടമ്പടി പുതുക്കിയിരിക്കുന്നത്. പക്ഷെ പുതുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഉടമ്പടി എടുത്ത ശേഷവും നിങ്ങൾക്കുണ്ടായ മാറ്റം, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള ആൾ തന്നെയാണ് ഇപ്പോഴെങ്കിൽ നിങ്ങൾ പുതുക്കിയിട്ടില്ല. ഈ പേപ്പർ 10-30 പേപ്പർ മേടിച്ചെന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. ഉടമ്പടിക്ക് മുമ്പ് എങ്ങനെയായിരുന്നു നിങ്ങൾ? ഉടമ്പടിക്ക് ശേഷം എന്താണ്? തമ്മിൽ നോക്കണം വ്യത്യാസം. ദൈവം അസസ് ചെയ്യണ ഒരു വ്യൂ പോയിൻ്റാണ് ഞാൻ പറയണത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉടമ്പടി ലാഗാകണത്? ലാഗാകേണ്ട ഒരു കാര്യമില്ല. ഇപ്പം ബീനയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബീന ചോദിച്ചിരിക്കുന്നത് ഒരു പ്രാന്തൻ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അവൾക്ക് കരകയും ചെയ്യണം, കിറിയും നന്നാകണം. ഇതെങ്ങനെ നടക്കണം പരിപാടി? കരയണം, ആ ഭാവിട്ട് കരയണം, പക്ഷെ കിറി നന്നായിട്ടിരിക്കണം. നമ്മുടെ ഈ ആൾക്കാരൊക്കെ ബ്യൂട്ടി പാർലറിൽ വരികയില്ല, അതുപോലെ ഇരിക്കണം. കരകയും ചെയ്യണം, പാക്കേജ് ഒന്നും പോകുകയും ചെയ്യരുത്, പണിയാണ്. ഇതുപോലെയാണ് ബീനയുടെ അവസ്ഥ. അവൾക്ക് ജോലിയും കിട്ടണം, നേഴ്സിൻ്റെ ജോലിയും ചെയ്യണം, എന്നാൽ വീട്ടിൽ വരികയും ചെയ്യണം. പല ആൾക്കാർ പക്ഷേ അവളുടെ അവസ്ഥ അതായത് കാരണം മാതാവ്
ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഉടനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവളുടെ ഉടമ്പടി ജെന്യുവിനായത് കാരണം ഇവളുടെ ഉടമ്പടി അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് മറിയം സൈൻ ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, അമ്മ പച്ച മഷിക്ക് ഒരു കോറിക്കഴിഞ്ഞാൽ പിന്നെ ഓവർ റൈറ്റിംഗ് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഈശോ പിന്നെ ഇടയ്ക്ക് കയറി അത് റൈറ്റ് ചെയ്യത്തില്ല. അമ്മ കോറ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അപ്പോൾ ഈ കാനായിലെ കല്യാണത്തിൽ അങ്ങനെയാണല്ലോ, അവൻ പറയുന്നത് ചെയ്യാൻ പറഞ്ഞ് കോരി ഇട്ടിരിക്കുകയാണ്. പിന്നെ അവിടെ റീറൈറ്റിംഗ് ഒന്നും ഇല്ല. അത് നേരെ അങ്ങോട്ട് പാസ്സായി പോകുകയുള്ളൂ. കാര്യം അമ്മയുടെ ഒരു ബലം അതാണ്, ഒരു മരിയൻ ബലമെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ബീനയുടെ വിഷയത്തിൽ അമ്മ ഒരു പോസ്റ്റ് അവരുടെ സ്കൂളിൽ തന്നെ, അടുത്തുള്ളൊരു സ്കൂളിൽ, ഒരു വലിയ പുരാതനമായ സ്കൂളിൽ തന്നെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഉടനെ എൻ്റെ അമ്മ ആ സാക്ഷാത് കേൾക്കണം. ഒരു പോസ്റ്റ് ഇവക്ക് വേണ്ടി മാത്രം ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. എന്തിൻ്റെ പോസ്റ്റാണ്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നേഴ്സിംഗ് പോസ്റ്റ്. എങ്ങനെ പരിപാടി ഉണ്ടെന്നൊക്കെ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാത്സിൻ്റെ പോസ്റ്റല്ലേ, കെമിസ്ട്രിയുടെ പോസ്റ്റല്ലേ, നേഴ്സിംഗ് പോസ്റ്റ്. എന്നുവെച്ചാൽ രാവിലെ പോയാൽ മതി, വൈകുന്നേരം വരാൻ പറ്റും. എന്നിട്ട് ഇൻ്റർവ്യൂ, എന്നിട്ട് ഒരു കൂട്ടുകാരി മുഖേന ഇവർക്ക് ഇൻറ്റിമേഷൻ കിട്ടും. ഇന്ന സ്കൂളിൽ ഒരു നേഴ്സിംഗ് പോസ്റ്റ് ഹെൽത്ത് കെയർ എന്നും പറഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉടനെ ഇവൾ ഭർത്താവും ഭാര്യയും കൂടി ഇൻ്റർവ്യൂവിന് പോകും. ഇൻ്റർവ്യൂ പോകുമ്പോൾ അവിടുത്തെ കന്യാസിമാരൊക്കെ വലിയ സ്കൂളാണ്, ഇങ്ങനെ താടി കൈകൊണ്ട് നിൽക്കുന്നത്, എന്ത് പോസ്റ്റ് ഇതെങ്ങനെ, ഇന്ന് ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു പോസ്റ്റില്ല. എന്താ കാര്യം? ഇംഗ്ലീഷ് സ്കൂളിൽ നേഴ്സിംഗ് പോസ്റ്റ്, ആശുപത്രിയിലല്ലേ നേഴ്സിംഗ് പോസ്റ്റ്. എന്നിട്ട് ഇവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, അവർക്ക് അവിടെ ജോലി കിട്ടും. എന്താ പരിപാടി? കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കെയർ. എന്നിട്ട് ആ ജോലി എന്താ ചെയ്യണം? അവൾ പറയണേ, ഇപ്പം ഞാൻ ആ സ്കൂളിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെയാണ് ഓട്ടോറിക്ഷയിൽ പോണത്. അധ്യാപികയായിട്ട് പോകുകയല്ല, നേഴ്സിംഗ് ജോലി ചെയ്യാൻ സ്കൂളിൽ പോവുകയാണ്. ഇവരെന്താണ് ഉടമ്പടി പറഞ്ഞത് അണുവിട തെറ്റാതെ കൃത്രിമമായിട്ട് ഒരു സ്കൂളിൽ ഒരു സ്പേസ്, ഒരു പോസ്റ്റ് സൃഷ്ടിച്ചിട്ട് അവിടെ തന്നെ ഇവളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആ കുഞ്ഞുമായിട്ട് അവർ സ്കൂളിൽ നിന്ന് വരും. ഇതാണ് സാക്ഷ്യം. ഇതാണ് ഉടമ്പടി റേഞ്ച് എന്ന് പറയുന്നത്. നിനക്ക് വേണ്ടി മാത്രം. അത് ദൈവത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു നിലപാടാണത്. നീ ഉത്തമയാണെന്ന് കണ്ടാൽ നിനക്ക് വേണ്ടി ജനതകളെ. യെശയ്യാ 43:4 നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ദൈവത്തിന് പ്രിയങ്കരമായി നോക്കണം. ഉടമ്പടി പോലെ സത്യസന്ധമായ ഉടമ്പടി ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് ദൈവത്തിന് പ്രിയങ്കരമായി മാറ്റുന്നതിനേക്കാൾ വലിയ ഒരു പ്രാർത്ഥനാ രൂപമില്ല. ഇവിടെ എന്താ? ഒന്നിന് വായിച്ചേ. യെശയ്യാ 43:4 ഏറ്റു പറയുക. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അപ്പൊ നമുക്ക് വേണ്ടി ഏതറ്റം വരെ അറ്റ് എനി കോസ്റ്റ് ദൈവം ചെയ്യാൻ വിചാരിച്ചാൽ ചെയ്തിരിക്കും. പക്ഷേ ഒരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്താണ്? നീ എനിക്ക് വിലപ്പെട്ടവനായിരിക്കണം. പിന്നെ ആരാണ്? പ്രിയങ്കരനായിരിക്കണം. അപ്പം ഉടമ്പടി ഫോർമാറ്റ് എന്ന് പറയണത് ബേസിക്കായിട്ട് നമ്മളെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കുന്ന പ്രാർത്ഥനയാണ്, പദ്ധതിയാണ്. ദൈവത്തിന് പ്രിയങ്കരമാക്കുക. നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അവൻ പറയുമ്പോൾ ചെയ്യണം പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും, ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും, ദൈവത്തിന് ബഹുമാന്യരായിരിക്കും. ദൈവം നിന്നെ ബഹുമാനിക്കുന്ന രീതിയിലേക്ക് നീ പുണ്യത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കണം.
ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, ഈ ദൈവത്തിന് പ്രിയങ്കരനായിരിക്കുക, ദൈവത്തിന് ബഹുമാനനായിരിക്കുക എന്ന് പറയുന്ന കൗണ്ടർ പാർട്ടുണ്ട്. പിന്നെന്താണ്? ലോകത്തിന് പ്രിയങ്കരമായിരിക്കുക. അവിടെയാണ് അനുതാപം ആവശ്യമായി വരണത്. ലോകത്തിന് പ്രിയങ്കരമായിരിക്കുക, സാത്താന് പ്രിയങ്കരമായിരിക്കുക. ഈ ഉടമ്പടി ആധ്യാത്മികതയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അതിശയങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്, അത്ഭുതങ്ങൾക്കും. അതിന് വിശ്വാസം മതി, വിശുദ്ധിയുടെ ആവശ്യമില്ല. അത്ഭുതങ്ങളും അടയാളം ഉണ്ടാകാൻ ഒരു പരിധി വരെ വിശുദ്ധി ഇല്ലെങ്കിലും വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങളും അടയാളം ഉണ്ടാകും. അത്ഭുതങ്ങൾ അടയാളം അനുഭവിച്ച് സാക്ഷ്യം പറയുന്ന ആൾക്കാർ വിശുദ്ധരാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അവിടെ വിശുദ്ധ അത്ഭുതം അനുഭവിക്കുന്നവർ വിശുദ്ധരുമാണ് ചിലർ. എന്താ കാര്യം? അവർക്ക് സ്നേഹത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് വിശ്വാസത്തെ ദൈവം തള്ളിപ്പറയണത്. വിശ്വാസത്തെ ദൈവം ഉയർത്തിപ്പിടിക്കുന്ന ദൈവം തന്നെ ചില ഘട്ടങ്ങളിൽ വിശ്വാസത്തെ തള്ളിപ്പറയും. നമ്മൾ പറയും വിശ്വാസമാണ് എല്ലാം എന്ന് പറഞ്ഞാൽ ദൈവം പറയും വിശ്വാസമല്ല എല്ലാം. അതറിയണമെങ്കിൽ 1 കൊരിന്ത്യർ 13:2 എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. അതിശയങ്ങളൊക്കെ നടക്കും, ഒന്നുമല്ലെന്ന്. അതിശയവും അത്ഭുതമൊക്കെ നടക്കും. കല്യാണം നടക്കും, ജോലി കിട്ടും, PR കിട്ടും, പെൻഷൻ കിട്ടും, വസ്തു വിൽക്കും, ജെട്ടിനോട് മാറും, എല്ലാം നടക്കും. പക്ഷെ ഒന്നുമല്ലെന്ന്. ഈ അതിശയങ്ങളൊക്കെ നടത്തിയാലും ആളിന് ദൈവത്തിന് മുമ്പിൽ വിലയൊന്നുമില്ല. അതെന്താ കാര്യം? ഈ 1 കൊരിന്ത്യർ 13:2 ഒന്നൊരു വായിച്ചേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. അപ്പം ഈ ഒന്നുമല്ലാത്ത അവസ്ഥ ബിഗ് സീറോ ആയിട്ടിരിക്കും. വിശ്വാസമല്ല എല്ലാം. ഈ വിശ്വാസത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നടത്തിയാലും ശരി, നിങ്ങൾ നാളെ കോടീശ്വരനായാലും ശരി, ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ബിഗ് സീറോ ആയി മാറും. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, കർത്താവേ കർത്താവേ ഞങ്ങളുടെ തിരുവിധികളിൽ നീ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ ദിക്സാക്ഷികളായി കഴിഞ്ഞിട്ടും പറയും ഐ ഡോണ്ട് നോ യു, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഓ ദൈവമേ കാരുണ്യമേ സ്നേഹമേ ഓ ദൈവമേ കാരുണ്യമേ സ്നേഹമേ സ്തോത്രമേ. ഓ ദൈവമേ കാരുണ്യമേ സ്നേഹമേ മത്തായി 7:21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. 7:21. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല. പറഞ്ഞേ, കർത്താവേ 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 എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ
കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യം, ഈ അടയാളങ്ങൾ കണ്ടാലും സാക്ഷ്യം പ്രവർത്തിച്ചാലും സാക്ഷ്യങ്ങൾ ഉണ്ടായാലും നമ്മൾ ചില സമയത്ത് ദൈവതിരുസന്നിധിയിൽ ദൈവം അറിയാത്ത ആൾക്കാരായിട്ട് മാറും. കാര്യം അത്ഭുതങ്ങളും അടയാളങ്ങളും ആധ്യാത്മികതയുടെ ഭാഗമല്ല. ശരിക്കും ആധ്യാത്മികതയുടെ ഒരു വരാൻ പോകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് വരും. ഇപ്പം കമ്മിങ് ലവ് ഓഫ് ഗോഡ്, ദ സൈൻ ഓഫ് കമ്മിങ് ലവ് ഓഫ് ഗോഡ്, നമ്മളിലേക്ക് ദൈവം വന്ന് ചേർന്ന് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു അറിവടയാളമായിട്ടാണ് ഇത് വരുന്നത്. പക്ഷെ അതിൽ തന്നെ ദൈവമായിട്ടുള്ള ബന്ധമല്ല. ശരിക്കും ദൈവമായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ എന്ത് ചെയ്യണം? അനീതി പ്രവർത്തിക്കുന്നവരെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമില്ലാതെ പ്രവർത്തിക്കുന്നവരെ. നീതിയും സ്നേഹവും തമ്മിലാണ് ബൈബിള് കണക്ട് ചെയ്യണത്. അനീതി പ്രവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമില്ലാതെ പ്രവർത്തിക്കുന്നവരെ. കുറേ കാര്യങ്ങളൊക്കെ നടക്കാം, പക്ഷെ അതേസമയം നമ്മുടെ ഉള്ളിൽ ബേസിക്കായിട്ട് സ്നേഹം ഉണ്ടാകത്തില്ല. ഇതിങ്ങനെ ദുരന്തം പിടിച്ച ക്രിസ്ത്യാനി ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ഉടമ്പടി. പല ആൾക്കാരുടെയും വിശ്വാസം പോയിരിക്കണേ എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മൾ നീലത്തിരി കത്തിക്കുമ്പോൾ തന്നെ മരുമോൾ എന്താണ്ട് അപ്പുറത്തുനിന്ന് പറയണത്, ശവം നീലത്തിരി കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവളുടെ കാര്യമൊക്കെ നടക്കാൻ വേണ്ടി ഇങ്ങനെ പറയും. ഇവളുടെ കയ്യിരിപ്പ് ദൈവത്തിന് അറിയാവാ. ഈ ജന്മത്തിൽ അക്കരെ 1000 തിരി കത്തിച്ചാൽ ഇവർ രക്ഷപ്പെടത്തില്ല എന്നാണ് അടുക്കള എന്നുകൊണ്ട് ചിലപ്പോൾ അമ്മയമ്മ അല്ലെങ്കിൽ മരുമകളെ പറയണത് നിങ്ങളെക്കുറിച്ച്. എന്താ കാര്യം? നിങ്ങൾ ഏറ്റവും അറിയാവുന്നവരാരാണ്? നിങ്ങളുടെ വീട്ടിലുള്ളവരാ. ദൈവം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളറിയാവുന്നവരാരാണ്? നിങ്ങളുടെ വീട്ടിലുള്ളവരാണ്. അപ്പം നിങ്ങൾ ഈ ഉടമ്പടിയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ജയിക്കുമ്പോൾ മറ്റുള്ളവർക്കറിയാം എത്ര ഉടമ്പടിക്ക് പോയിട്ടും ഇത് പണ്ട് പാക്കനാർ ചുരക്കായും കൊണ്ട് കാശി പോയ പോലെ ഇരിക്കുമെന്ന്. കാശി കൊണ്ടുപോയി ഗംഗാനദിയുടെ തീരത്ത് പാക്കനാർ പോയ വഴിക്കെല്ലാം നമുക്കറിയാമല്ലോ പറയിച്ച് പെറ്റ പന്തിരികുലത്തിലെ ഒരാളാണ് ഉളിയന്നൂർ പെരുങ്ങുത്തച്ഛനും പിന്നെ പാക്കനാരും. പാക്കനാർ കാശിക്ക് പോയപ്പോൾ പെണ്ണുമ്പിള പറഞ്ഞ് മനുഷ്യനെ ഈ ചുരക്കായും കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? വന്നതിനും പോയതിനും എല്ലാം പാക്കനാരിവിടെ കഴുത്തിന് പിടിക്കും. അതാണ് പ്രശ്നം പെണ്ണുമ്പിള്ളയുടെ. അപ്പം അങ്ങനെ വാക്കാരൊക്കെ മാനസാന്തരം ഉണ്ടായി. പുള്ളിക്കാരൻ കാശിക്ക് പോവുകയാണ്. അപ്പം പെണ്ണുമ്പിള പറഞ്ഞ് ചുരക്കായും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അതെന്തെങ്കിലും ഒരു നൈവേദ്യത്തിനായിരിക്കും വിചാരിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരണം കേട്ടാന്ന് പറഞ്ഞ് അവിടെ ഇപ്പോൾ പൂജിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് അറിവിച്ച് കഴിഞ്ഞാൽ എല്ലാ രോഗം മാറുമെന്ന് പെണ്ണുമ്പിള പറഞ്ഞിരിക്കുക. അങ്ങനെ ചുരക്കായും കായിക്കൊണ്ട് പാക്കനാർ പോയിരിക്കുകയാണ് കാശിക്ക്. പോയ എല്ലാ വെച്ചമ്പലത്തിലും കുടുംബക്ഷേത്രങ്ങളിലും എല്ലാം പാക്കനാർ തൊഴുകയും ചെയ്യും. അവിടെയുള്ള കുളത്തിലെല്ലാം ഈ ചുരക്ക കഴുകുകയും ചെയ്യും. തിരിച്ച് കാശിക്ക് പോയി ഗംഗയിലും കൊണ്ട് സ്നാനം ചെയ്തപ്പോൾ പാക്കനാർ ചുരക്ക അവിടെ കഴുകി തിരിച്ച് കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്ത് നീ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ കുറവുണ്ടായിരുന്നു. പെണ്ണുമ്പിളിച്ച് വെട്ടിക്കീറി കഴുകി വെട്ടി കൊത്തി എരിഞ്ഞ് കറിവെക്കുകയും ചെയ്ത്. പക്ഷേ ചുരക്കാക്ക് കയ്പ്പാണ് ഭയങ്കര. അപ്പോഴേ പാക്കനായ പറഞ്ഞ് നീ കറിവെച്ചിട്ട് പിന്നെ ചുരക്കാക്ക് കയ്പ്പാണല്ല. അപ്പം പെണ്ണുമ്പിള ചിരിച്ച് എന്താ കാര്യം? ഇതുപോലെ നിങ്ങളുടെ അവസ്ഥയെന്ന്. ഇതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥയെന്ന്. എത്ര തീർത്ഥസ്ഥലിൽ കഴുകിയിട്ടും നിങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. എത്ര ഉടമ്പടി എടുത്തിട്ടും നിങ്ങൾ പഴയ ആളാണ്. തെറ്റുകൾ ആവർത്തിക്കുന്നു എന്ന് പറയണത്. തെറ്റുകൾ
ആവർത്തിക്കുന്ന ആ പഴയ ജീവിതത്തിൻ്റെ കയ്പ്, സ്വഭാവത്തിൻ്റെ കയ്പ് മാറണില്ല, മധുരമാകണില്ല, സ്നേഹം വരണില്ല. കുറേ അടയാളം കാണുന്നു, കുറേ സാക്ഷ്യം പറയുന്നതല്ലാതെ ഹൃദയത്തിന് ആ സ്നേഹത്തിലേക്കും ക്ഷമയിലേക്കും ആ കൈമാറ്റത്തിലേക്കും മറ്റുള്ളവരെ സന്ധിക്കുന്നതിലേക്കും ഒരു മധുരതയിലേക്ക് വരണില്ല. കയ്പാണ് ഇപ്പോഴും ഇരിക്കണത്. പക്കനാടിൻ്റെ ചുരക്ക പോലെ തന്നെയാണ് ഉടമ്പടിക്ക് ശേഷവും നിങ്ങൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയാവോ? പണ്ട് കർത്താവ് ഒരു ചേടത്തിയോട് പറഞ്ഞ് എന്താ പറഞ്ഞത്? അപ്പോൾ ആ ചേടത്തി അത് അക്സെപ്റ്റ് ചെയ്തു. എന്താ പറഞ്ഞത്? മർക്കോസിൻ്റെ 27 അല്ലേ? കാനങ്കാരി പറഞ്ഞ് എൻ്റെ മകള് ഭയങ്കര അസുഖമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. പിശാച് ബാധിച്ചിരിക്കണമെന്ന് പറഞ്ഞു. മകള് അവളുടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചൊരു അത്ഭുതം കാണിക്കണം, എൻ്റെ മകളെ രക്ഷപ്പെടുത്തണമെന്ന് കർത്താവിനോട് ഈ കാനങ്കാരി പറയും. അപ്പോൾ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? മർക്കോസ് 7:27. അവൻ പ്രതിവചിച്ചു. എന്താണ്? ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പമെടുത്ത് മക്കളുടെ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അപ്പോൾ അതാണ് ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. പൊതുവെ ഈ കമൻട്രി പുസ്തകങ്ങളിലൊക്കെ കിടക്കണ എന്താണെന്നറിയോ? മക്കളെന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാരും പുറത്തുള്ള വിജാതീയരായിട്ടുള്ള ഇസ്രായേൽക്കാരല്ലാത്ത ആൾക്കാരാണ് നായ്ക്കളെന്ന്. ശരിക്കും പറഞ്ഞാൽ അതാണോ? മക്കളെന്ന് പറയുന്നത് നിത്യജീവന് വേണ്ടി വിളിക്കപ്പെട്ട ആൾക്കാരുമുണ്ട്, ലോകജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ആൾക്കാരുമുണ്ട്. ബൈബിളല്ലേ നമ്മൾ വ്യാഖ്യാനിക്കണത്, അല്ലാതെ അവിടുത്തെ ജിയോഗ്രാഫിക്കൽ സിറ്റുവേഷൻ സമുദായ സമവാക്യങ്ങളാണ് ആ വ്യാഖ്യാനിക്കണത്. അല്ല, ബൈബിൾ എന്താ പറയണത്? ആരാണ് നായെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ബൈബിൾ പറയണത് ആരാണ്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. ആരാണ് നായ? സുഭാഷിതം വായിച്ചേ. സുഭാഷിതം ഒരു 26:11 വായിച്ചേ. ആരാണ് നായ എന്ന് പറയുന്നുണ്ട് അവിടെ? സുഭാഷിതങ്ങൾ 26:11. ഭോഷത്വം ആവർത്തിക്കുന്നവൻ, തെറ്റുകൾ ആവർത്തിക്കുന്നവൻ, പറഞ്ഞേ, തെറ്റുകൾ ആവർത്തിക്കുന്നവൻ ഛർദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ്. അതാണ് പ്രശ്നം. തെറ്റുകൾ ആവർത്തിക്കുന്നവനെയാണ് ബൈബിൾ നായ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് അച്ഛൻ്റെ വ്യാഖ്യാനമല്ല, ഞാൻ ആ വ്യാഖ്യാനം എടുത്തത് പത്രോസിൽ നിന്നാണ് എടുത്തത്. 2 പത്രോസ് 2:20. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. കാരണം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ കൽപ്പനയെ കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുന്നതിനേക്കാൾ അവർക്ക് നല്ലത് നീതിയുടെ വഴിയെക്കുറിച്ച് അറിയാതിരിക്കുകയായിരുന്നു. നായ് ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു. അതാണ് സംഭവം. അതായത് നായ ഛർദിച്ചത് തന്നെ, ഇതേതാണ് നായ എന്ന് പറയണത്? ഈ ഛർദിച്ചത് തന്നെ പിന്നെ തിന്നുന്ന ഒരു സ്വഭാവമാണ് നായ്ക്കുള്ളത്. ഇത് തന്നെ തെറ്റുകളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ആളിനെയാണ് ബൈബിൾ നായ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരിക്കൽ കർത്താവിൻ്റെ ഉടമ്പടിയിലൂടെ നീ വന്നു, സാക്ഷ്യങ്ങൾ പറഞ്ഞു, വിശുദ്ധ ജീവിതം നയിച്ചതിന് ശേഷം വീണ്ടും അവയാൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്ത് നീ വീണു പോയാൽ ആരാണ് നീ? നീ നായയാണ്. എന്താണ്?
തെറ്റുകൾ ആവർത്തിക്കുന്നു. സുഭാഷിതം എന്താ പറയണത്? 26:11 ഫോഷൻ തെറ്റുകൾ ആവർത്തിക്കുന്നു, അവൻ ഛർദ്ദിച്ച് തിന്നുന്ന നായയെപ്പോലെയാണെന്ന്. അപ്പം നിങ്ങൾ വിട്ടുപേക്ഷിച്ച തെറ്റുകളെ, തിന്മകളെ ഉടമ്പടി കാലത്തിന് ശേഷം വീണ്ടും നിങ്ങൾ ആവർത്തിച്ചാൽ ദൈവതിരുസന്നിധിയിൽ ഛർദ്ദിച്ച് തിന്നുന്ന നായയെപ്പോലെയാണ്. ഛർദ്ദിച്ചതിന് നായക്കുള്ള കുഴപ്പം എന്താണ്? മക്കളുടെ അപ്പം കിട്ടത്തില്ല. മക്കളുടെ അപ്പം എന്ന് പറഞ്ഞാൽ എന്താ? നിത്യജീവനാസാനം. മക്കളുടെ അപ്പത്തെക്കുറിച്ച് മാത്രം നമ്മൾ ബൈബിളിനോട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ഞാൻ നൽകുന്ന അപ്പം ഭക്ഷിക്കുന്നവന് അവൻ മരിക്കുകയില്ല. അതാ സംഭവം. മക്കളുടെ അപ്പം എന്ന് പറയുന്നത് എന്താണ്? നിത്യജീവനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഉടമ്പടിയുടെ ഒരു അത്ഭുതകാലം കഴിയുമ്പോൾ ആ വ്യക്തി ഉടമ്പടി വയറ്റിലേക്ക്, ഉടമ്പടി സിൽവർ ഗ്രേഡിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിനോടുള്ള മനുഷ്യനുള്ള സ്നേഹത്താൽ സ്വീകരിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളം കാണാത്ത ദൈവത്തിൻ്റെ തിരുമനസ് നിങ്ങളറിയാത്ത ഭക്ഷണം ഇന്നുമെന്നും കൂടെ ഇന്നുമെന്നും കൂടെ എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. യോഹന്നാൻ 4:32. യോഹന്നാൻ 4:32 അവൻ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അതായത് എന്ത് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമരക്കാരുമായിട്ടുള്ള യേശുവിൻ്റെ അതായത് ഡിസ്കോഴ്സാണത്, സമരിയൻ ഡിസ്കോഴ്സ്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 പേരെയും. അപ്പോൾ ഇന്നലെ എൻ്റെ കപ്പേരസ് എന്നോട് പറയണേ, എൻ്റെ അച്ഛ ഈശോയുടെ കാര്യം ഓർത്തിട്ട് ഞാൻ വെളുപ്പിലിരുന്ന് കരഞ്ഞു പോയെന്ന്. ഞാൻ എന്നാ പരിപാടി? അതല്ല അച്ഛാ, ആ സമരക്കാരിയെ വിശ്വാസത്തേക്ക് വിളിക്കാൻ വേണ്ടി ഈശോ 12 പേരെയും പറഞ്ഞു വിട്ടില്ലേ? ഒരാൾക്ക് എന്തിനാ ഭക്ഷണം മേടിക്കാൻ 12 പേരെയും പറഞ്ഞു വിട്ടത്? ഞാൻ തന്നെ വിളിച്ചു പോയി. കർത്താവിൻ്റെ അൾത്താരയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവൻ വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് കണ്ണീര് ചൊരിയുന്നു. ആരെക്കുറിച്ച് ഓർത്തിട്ടാ? മക്കളെക്കുറിച്ച് ഓർത്തിട്ടല്ല, ഭാര്യയെക്കുറിച്ച് ഓർത്തില്ല, കുടുംബത്തെക്കുറിച്ച് ഓർത്തില്ല, കർത്താവിനെക്കുറിച്ച് ഓർത്തിട്ട്. ഒരു വിശുദ്ധിയിലേക്കൊരു വ്യക്തിയെ വിളിക്കാൻ വേണ്ടി ആ മനുഷ്യൻ ആ ചിന്തിച്ചപ്പോൾ പറയാണ്, അയാളോട് ഈശോ പറഞ്ഞു, ഞാൻ 12 പേരെയും പറഞ്ഞു വിട്ടായിരുന്നെന്ന്. എന്തിനാണ്? ഇവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അത് നാട്ടുകാരെ കേൾപ്പിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അവരോട് പറയേണ്ടതല്ലേ. അതിൽ നിന്നുള്ള പിന്തിരിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ള കേൾക്കാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് ഞാൻ അവളോട് പറഞ്ഞതാണ്. നീ പറഞ്ഞതൊക്കെ ശരിയാണ് മകളെ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഭർത്താവ് ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല. അപ്പോൾ അവളെ ഒരു കൗൺസിലിംഗ് കർത്താവ് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, താൻ ചെയ്ത കാര്യങ്ങൾ തന്നോട് പറയാൻ വേണ്ടി മാത്രം ദൈവം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എല്ലാവരുടെയും പ്രശ്നം അതാണ്. എന്താണ്? ദൈവം എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നല്ലേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതൊരു അനുഭവമാണ് ശരിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലായി, ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ലോകത്ത് 600 കോടി മനുഷ്യരുണ്ടെങ്കിലും ഞാൻ മാത്രമേ ഉള്ളെങ്കിലും എന്നെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ നന്മ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്.
എൻ്റെ ദൈവം എത്രയോ വലിയവനാണ്. ആ ദൈവത്തെക്കുറിച്ച് സ്നേഹത്തെ ഓർക്കുമ്പോഴാണ് ശരിക്കും അനുതാപം ആരംഭിക്കുന്നത്. അത് അനുതാപം ആരംഭിക്കണം. ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ ഒരിക്കലും ഞങ്ങൾ പാപത്തെക്കുറിച്ച് ഇങ്ങനെ 1 2 3 4 എന്ന് പറയത്തില്ല. എന്താ പറയണം? ഞങ്ങൾ അനുതാപത്തെക്കുറിച്ച് പറയും. അനുതാപത്തെക്കുറിച്ച് എന്താ പറയണത്? അനുതാപം ഒരു പ്രോഡക്റ്റാണ്. എന്തിൻ്റെയാണ്? ദൈവസ്നേഹത്തിൻ്റെ പ്രോഡക്റ്റാണ്. നിങ്ങൾ പത്രം കൊടുക്കുമ്പോഴും കർത്താവേ എനിക്ക് കൊടുക്കാനേ പറയും. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഇത് കണ്ട് വായിക്കാൻ പറ്റണില്ല, പക്ഷെ മറ്റുള്ളവർ വായിക്കാൻ വേണ്ടി ഞാനിത് കൊടുക്കുമ്പോൾ എൻ്റെ പരാധീനത കൂടി അവരെ പരിഹരിച്ചിട്ട് അവർ വായിച്ചിട്ട് നിന്നെ അറിയാൻ ഇടയാക്കണേ. അങ്ങനെ ഉള്ളിൽ പ്രാർത്ഥനയോടുകൂടിയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹം വർദ്ധിക്കാം. സാക്ഷ്യങ്ങൾ പറയുന്നവരുടെ ദൈവസ്നേഹത്തിൽ നിലവാരം നിങ്ങൾ ശ്രദ്ധിക്കണം. വല്ലാത്ത നിലവാരമുള്ളവരാണ് ഈ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യം പറയണത്. അങ്ങനെ വരുമ്പോൾ ദൈവസ്നേഹം മുന്തുന്ന അനുസരിച്ച് കൊണ്ട് അനുതാപം നിരന്തരമായിക്കൊണ്ടേയിരിക്കും. നിരന്തര അനുതാപം അത് പ്രോസസ്സാണ് മരണം വരെ. അതാണ് പത്രോസൊക്കെ ഹി വെൻറ്റ് ഔട്ട് ആൻഡ് ക്രൈഡ് ബിറ്റർലി എന്നൊക്കെ പറയുമ്പോഴും ഗ്രീക്കുകാരൻ പറയും കാറ്റാഫിലയോൺ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. മരണം വരെ കരഞ്ഞൊരു മനുഷ്യനാണ്. കർത്താവിൻ്റെ താക്കോല് കിട്ടിയ അധികാരം കിട്ടിയ ആൾ. അയാൾ പഠിച്ച ആളല്ല, അയാൾ മരണം വരെ കരഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അനുതാപത്തിൽ നിന്ന് അനുതാപത്തിലേക്ക് പത്രോസ് പോയിക്കൊണ്ടേയിരുന്നു. അനുതാപത്തിൽ നിന്ന് അനുതാപത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു.